യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരന്മാരെ, ഇന്ന് മെയ് മാസത്തെ ആദ്യ വെള്ളിയാഴ്ചയാണ്. അനുഗ്രഹത്തിൻ്റെ വെള്ളിയാണ്. ഗാഗുൽത്ത ധ്യാന കേന്ദ്രത്തിൽ ഞങ്ങൾ പറയുന്നത് ആദ്യ വെള്ളിക്ക് അനുഗ്രഹ വെള്ളി എന്നാണ്. ജീവിതത്തിൽ എല്ലാ തരത്തിലും ദൈവം അനുഗ്രഹം തരാൻ വേണ്ടി ഗാഗുൽത്ത നാഥൻ ഗാഗുൽത്ത വചനകൂടാരത്തിൽ കാത്തു നിൽക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദര സഹോദരി, നീ തീർച്ചയായിട്ടും ഇന്ന് വരണം. ഏതെല്ലാം നിയോഗമാണോ എല്ലാ നിയോഗത്തിലേക്ക് അനുഗ്രഹമായ കർത്താവ് മാറും കേട്ടോ. ഒപ്പം തന്നെ പ്രത്യേകിച്ച് ദിവ്യകാരുണ്യ നാഥന് സമർപ്പിച്ച റോസാ പുഷ്പമൊക്കെ നിങ്ങൾക്ക് അച്ഛൻ തരാം. ആ റോസാ പുഷ്പം കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങിക്കണം, മറക്കരുത്. ഇന്ന് തീർച്ചയായിട്ടും വരണം. അതുപോലെ തന്നെ ഗാഗുൽത്ത ധ്യാന കേന്ദ്രത്തിലേക്ക് വരുവാൻ സാധിക്കാത്ത മക്കൾ ഭവനത്തിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഓൺലൈനിലൂടെയും യൂട്യൂബിലൂടെയും കേരള വിഷൻ 45 ചാനലിലൂടെ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. മറക്കരുത്. വീട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും പ്രത്യേകിച്ച് ഗാഗുൽത്തായ്ക്ക് വരികയാണെങ്കിൽ സന്തോഷമുണ്ട്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കും. അനുഗ്രഹം പ്രാപിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ഒരു വെള്ളിയായി മാറണം. ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഒപ്പം തന്നെ പ്രവാസികൾക്ക് വേണ്ടി ദിവസം കൂടിയാണ്. പ്രിയമുള്ളവരെ, പഴയ നിയമത്തിലേക്ക് നോക്കുമ്പോഴും പുതിയ നിയമമാണെങ്കിലും നമ്മുടെ പൂർവ്വപിതാക്കന്മാരൊക്കെ പ്രവാസികളായിരുന്നു. മുഴുവനുമായും നോമാഡ്സ് പോലെ സ്വന്തമായിട്ടൊന്നുമില്ല, അതിങ്ങനെ നടക്കുമായിരുന്നു. അങ്ങനെയൊക്കെ നടന്ന മക്കൾക്ക് വലിയ അനുഗ്രഹം കിട്ടില്ലേ? അബ്രഹാം സാറായും അവർക്കും ഒരു പിടുത്തമല്ല. അവർ വേറെ രാജ്യത്തിലേക്ക് കടന്നുപോയി. ആ രാജ്യത്തിൽ രാജാവ് ഉപദ്രവിക്കാൻ പോയപ്പോൾ ദൈവം കൊടുത്ത സംരക്ഷണമുണ്ട്. അപ്പോൾ പ്രിയമുള്ളവരെ, ബൈബിളിലേക്ക് നോക്കുമ്പോൾ ഈ പ്രവാസികൾക്ക് ഒത്തിരി സംരക്ഷണം കർത്താവ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രവാസികളായി വിദേശത്ത് ജോലി ചെയ്യുന്ന താമസിക്കുന്ന ആ മക്കൾക്ക് സംരക്ഷണം കിട്ടാൻ വേണ്ടി നിങ്ങളിന്ന് ഗാഗുൽത്തായി വരണം, പ്രാർത്ഥിക്കണം കേട്ടോ. ഒപ്പം വിദേശത്ത് ആയിരിക്കുന്ന മക്കൾ ഈ ശുശ്രൂഷ പങ്കെടുക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. സംരക്ഷണം മാത്രമല്ല, സമൃദ്ധിയും കൊടുക്കുന്നുണ്ട്. അബ്രഹാത്തിന് 1000 വെള്ളി നാണയങ്ങളാണ് കൊടുത്തത്. എന്നിട്ട് രാജാവ് പറഞ്ഞു, എൻ്റെ രാജ്യത്ത് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് താമസിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ സുരക്ഷയും കൂടി കൊടുത്തു. അതുപോലെ യാക്കോബ്, ദൈവം പറഞ്ഞില്ലേ, നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെയുണ്ട്. എങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികളുടെ മക്കൾ വിവിധ രാജ്യത്ത് ജോലി ചെയ്യുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ സംരക്ഷണം ആ മക്കൾക്ക് കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. യാക്കോബിൻ്റെ പറഞ്ഞ പോലെ ദൈവമായ കർത്താവ് നമ്മുടെ പ്രിയപ്പെട്ടവർക്കും ഈ സംരക്ഷണം കൊടുക്കാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രവാസികൾക്ക് വേണ്ട ദിവസം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഗാഗുൽത്ത ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു വരണം. അതുപോലെ തന്നെ അനുഗ്രഹ വെള്ളിയാണ്. ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലേക്കും അനുഗ്രഹമായി മാറാൻ വേണ്ടി വരണം കേട്ടോ, മറക്കരുത്. ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഒരുമിച്ച് നമുക്ക് അഭിഷേകം പ്രാപിക്കാം. അനുഗ്രഹ വെള്ളി ഒരു അനുഗ്രഹമായി എല്ലാവർക്കും മാറട്ടെ എന്ന് അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈശോ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ ആശീർവാദം അച്ഛൻ തരാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. അനുഗ്രഹത്തിൻ്റെ വെള്ളിയിലൂടെ അനുഗ്രഹം പ്രാപിക്കുവാൻ എല്ലാവരെയും പ്രത്യേകം ക്ഷണിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്.